പ്രിയമുള്ളവരെ, ഈ തിരക്ക് പിടിച്ച ലോകത്തിൽ നാം നമ്മോട് തന്നെ പലപ്പോഴും ചോദിക്കാറില്ലേ, എന്തിനാണ് ജീവിക്കുന്നതെന്ന്? നമ്മുടെ പ്രതീക്ഷകൾ അസ്തമിക്കുമ്പോൾ, നമ്മുടെ ആഗ്രഹങ്ങൾ പലതും നമ്മൾ ആഗ്രഹിച്ചതിന് വിപരീതമാകുമ്പോൾ ഈ ചോദ്യങ്ങൾ വന്നിട്ടില്ലേ? എന്നാൽ ദൈവവചനം ഇപ്രകാരം പറയുന്നു. യോഹന്നാന്റെ 1-ാം ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: അവൻ ഇരിക്കുന്നത് പോലെ ഈ ലോകത്തിൽ നാമും ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ, യേശുവിന് പകരക്കാരനായി നമ്മെ ഈ ഭൂമിയിൽ ഇരുത്തിയിരിക്കുകയാണ്. ആ തിരിച്ചറിവ് വന്നില്ല എങ്കിൽ നമ്മളിൽ നിരാശയും ഭയവും ഒക്കെ കയറി വരുവാനായിട്ട് ഇടയായിത്തീരും. ആ സമയങ്ങളിലാണ് നാം ഈ ചോദ്യം ചോദിക്കുന്നത്. ഭയപ്പെടുന്നവൻ ദൈവസ്നേഹത്തിൽ വസിക്കുന്നില്ല എന്നാണ് തിരുവചനം പറയുന്നത്. എന്നാൽ ആ അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: നമ്മളിലുള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് എന്ന് പറഞ്ഞാൽ, ഈ ലോകത്തിലുള്ള ഏത് ഭരണാധികാരികളെക്കാളും ഏത് വലിയവനേക്കാളും വലുതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ആ തിരിച്ചറിവാണ് നമ്മെ ദൈവസ്നേഹത്തിലെ വളർത്തുന്നത്. അതുകൊണ്ട് ആ യേശു ആരാണെന്നുള്ള, ആ യേശു എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആരാണെന്നുള്ള തിരിച്ചറിവോടുകൂടെ ജീവിക്കുമ്പോൾ നിരാശയും ഭയങ്ങളും മാറിപ്പോകുവാൻ, അത് നീങ്ങിപ്പോയിട്ട് പരിശുദ്ധാത്മാവിൽ നമുക്ക് സമാധാനം അനുഭവിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവ സ്നേഹത്തിൽ വളരുവാൻ, ക്രിസ്തു ആരാണെന്ന്, എനിക്ക് ആരാണെന്ന് മനസ്സിലാക്കുവാൻ കർത്താവ് കൃപ തരട്ടെ. ആമേൻ.